നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭരണകൂടത്തിൻ്റെ ചെയ്തികളിൽ, നയങ്ങളിൽ, നിലപാടുകളിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. സർവസമ്മതമായ ഒരു തീരുമാനവുമില്ല. എതിർപ്പുകൾ സ്വാഭാവികമാണ്. വിയോജിക്കാൻ, എതിർക്കാൻ, പ്രതിഷേധിക്കാൻ ജനാധിപത്യപരമായ അവകാശം എല്ലാവർക്കുമുണ്ട്. ജനങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താൻ തെരഞ്ഞെടുപ്പുകളുണ്ട്. എന്നാൽ ആ പ്രതിഷേധം സംഘർഷമായി പരിണമിക്കുന്നത് രാജ്യത്തിന് ആപത്താണ്. അത് അനുവദിച്ചുകൂടാ. കാർഷിക ബിൽ ജനങ്ങൾ തള്ളിയെങ്കിൽ, കർഷകർ അത് നിരാകരിച്ചെങ്കിൽ അത് ബാലറ്റിലും പ്രകടിപ്പിക്കപ്പെടുമായിരുന്നു. എന്നാൽ രാജ്യത്ത് അതുണ്ടായില്ല. ബീഹാറിലും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും കർഷകൻ്റെ പ്രതിഷേധം കണ്ടില്ല. ജനഹിതം അവിടങ്ങളിലെല്ലാം BJP വരവേറ്റു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി 2 ദിവസമായി ഡൽഹിയിൽ നാം കാണുന്ന ഈ പ്രതിഷേധവും സംഘർഷവും എന്തിൻ്റെ പേരിൽ? കർഷകരുടെ പ്രതിഷേധം ന്യായമോ? സംഘടിക്കുന്നത് കർഷകർ മാത്രമോ? കർഷകരുടെ കണ്ണീരിനെ മറയാക്കി കലാപത്തിന് ശ്രമിക്കുന്നത് ആര്? കർഷക മാർച്ചിൻ്റെ മറവിൽ കലാപത്തിന് ആസൂത്രിത നീക്കമോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, സാമൂഹ്യ നിരീക്ഷക ശ്രീമതി രാധിക വിജയലക്ഷ്മി, ശ്രീ പാലോട് സന്തോഷ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ശ്രീ പാലോട് സന്തോഷിലേക്ക് പോവുകയാണ്. ശ്രീ പാലോട് സന്തോഷ്, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ആദ്യമായല്ല. ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ പല മേഖലകളെ ബന്ധപ്പെടുത്തുന്ന പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടാകുമ്പോൾ, ഗവൺമെൻറ് ഒരു പുതിയ നിലപാട് സ്വീകരിക്കുമ്പോഴൊക്കെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ആ എതിർപ്പും പ്രതിഷേധവും രേഖപ്പെടുത്താനൊക്കെ ജനാധിപത്യപരമായ അവകാശം ഇന്ത്യയിലുണ്ട്. അത് കാലാകാലങ്ങളിൽ നടപ്പായി വന്നിട്ടുമുണ്ട്. ഇപ്പോൾ കാർഷിക ബില്ല്, അതിൽ ചില വ്യവസ്ഥകളോട് എതിർപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ അത് ഈ രീതിയിലാണോ പ്രകടിപ്പിക്കേണ്ടത്? ഇപ്പോൾ വേണമെങ്കിൽ ഒരു 2 മാസം ഈ പ്രക്ഷോഭം നീളാം എന്ന് മുൻകൂട്ടി ഉറപ്പിച്ചുകൊണ്ട് പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട ട്രാക്ടറുകളിലൊക്കെയാണ് പ്രതിഷേധക്കാർ ഡൽഹി ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. 5000 ലിറ്റർ കുടിവെള്ളമടക്കം സംഭരിച്ചുകൊണ്ട് ദിവസങ്ങളോളം വേണമെങ്കിൽ പച്ചക്കറികൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ, ടെൻ്റടിച്ച് താമസിക്കാവുന്ന രീതിയിൽ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടാണ് ഈ ജാഥകൾ ഡൽഹി ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കേവലം ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നതിനപ്പുറം ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ കലാപത്തിലേക്ക് ഇത് വഴിമാറിപ്പോകുന്നുണ്ടോ? അതിനുള്ള ആസൂത്രിതമായ നീക്കം ഇതിന് പിറകിൽ നടക്കുന്നതായി സംശയിച്ചാൽ അതിൽ തെറ്റ് കാണാനാകുമോ? പരാമർശം തന്നെ പാടില്ല എന്നുള്ളതാണ്. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണിത്. എന്താ കാരണം? കൃഷി, അഗ്രികൾച്ചർ, കർഷക തൊഴിലാളികൾ, നമ്മുടെ രാജ്യത്തിൽ ഭൂരിപക്ഷം കർഷകരാണല്ലോ. ഒരു പ്രധാന കാര്യം ഞാൻ ഈ ചർച്ചയെ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ലോകശക്തികളുടെ മുന്നിൽ ഒന്നാമതായി വരുന്നതിൻ്റെ 3 കാരണങ്ങളുണ്ട്. ഒന്ന് അഗ്രികൾച്ചറാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാശ്മീരിൽ മഞ്ഞാണെങ്കിൽ, ആന്ധ്രയിൽ ചൂടാണെങ്കിൽ, കേരളത്തിൽ മഴയാണെങ്കിൽ, തമിഴ്നാട്ടിൽ മഞ്ഞായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രത്യേകിച്ചുള്ള ഒരു രാജ്യം, കാർഷിക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് എന്താ? ലോകത്ത് ഏറ്റവും അധികം ആയുർവേദ മരുന്നുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് ഏറ്റവും അധികം ആയുർവേദ മരുന്ന് കയറ്റുമതി ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആയുർവേദ മെഡിസിൻ രംഗത്തും അഗ്രികൾച്ചർ. മൂന്നാമത് ഏതാ? ടൂറിസം മേഖല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭകരമായി കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ 3 മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 3 മേഖലകളും വികസനത്തിലേക്ക് ഗവൺമെൻറ്റുകൾ സമീപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം കൊടുത്താൽ ഇന്ത്യ ഒരു വലിയ സമ്പത്ത്, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ ഒരു വളർച്ച നേരിടാൻ കഴിയുമെന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. ഇവിടെ എന്താ ചെയ്തത്?
ഈ 3 മേഖലകളും PV നരസിംഹറാവു പ്രധാനമന്ത്രിയായ മുതൽ ഇങ്ങോട്ട് അതിന് ചെറിയ വ്യത്യാസങ്ങൾ എടുക്കാൻ പോലും നമുക്ക് ഞങ്ങളുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഉൾപ്പെടെ ഈ മേഖലകളെല്ലാം കോർപ്പറേറ്റ് ശക്തികൾക്ക് തീരെ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുകിട വ്യാപാര മേഖല, ക്ഷീര വ്യവസായം, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, എല്ലാ മേഖലകളും വിദേശ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് കൊണ്ടുപോകുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തെ, ഇതിനൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നതിന് കാരണം എന്താ? ഇത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ ഒരു ഘടകമാണിത്. കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ മേഖല ആശ്രയിക്കാൻ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? എല്ലാവരും ഈ കാർഷിക മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മേഖലകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. സുബീഷേ, ഇന്നലെ നമ്മൾ ഡിബേറ്റിൽ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഒരു ചടങ്ങാണോ? എന്നല്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരതയോ രാജ്യത്തിൻ്റെ വികസനങ്ങൾക്കോ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കോ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കോ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കോ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങൾക്കോ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കോ എവിടെയെങ്കിലും സംശയത്തിൻ്റെ നിഴൽ വന്നാൽ ജനങ്ങൾ പ്രതികരിക്കും. നമുക്കറിയാലോ, അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അടിയന്തരാവസ്ഥ. ശ്രീ പാലോട് സന്തോഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അമിതമായി തടസ്സപ്പെടുത്തുന്നില്ല. ഞാൻ വളരെ ഗൗരവമായ ഒരു ചർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ നമുക്ക് അടിയന്തരാവസ്ഥയും ഇന്ത്യയുടെ ഒരു ചരിത്രവും പരിശോധിക്കാം. ഞാൻ അതിനുള്ള അവസരം നൽകാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ മൂല്യങ്ങളുടെ ഒരു ലംഘനം, അതല്ലെങ്കിൽ പാലോട് സന്തോഷ് ഇവിടെ പറഞ്ഞ വിദേശ താല്പര്യങ്ങൾക്ക്, കോർപ്പറേറ്റ് ശക്തികൾക്ക് അടിയറവ് വയ്ക്കുന്ന സമീപനം, അത്തരം എന്താണ് ഈ ബില്ലിൽ നിങ്ങൾ കണ്ടെത്തിയത്? അങ്ങനെ ഇന്ത്യയിലെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന, അവരെ കോർപ്പറേറ്റ് ശക്തികൾക്ക് പണയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പാലോട് സന്തോഷ് ഇവിടെ ഉദാഹരിച്ച ആ മൂല്യങ്ങളുടെ ലംഘനമായി കാണുന്ന എന്ത് വ്യവസ്ഥയാണ് നിങ്ങൾ ഈ ബില്ലിൽ കണ്ടത്? കർഷകരെ സഹായിക്കുന്ന ഒരു സമീപനം അതിലില്ല. എന്താ കാര്യം? അത് പിന്നെ വിത്ത് മുതൽ ഇങ്ങോട്ട് പരിശോധിക്കാം. ഏതെങ്കിലും കാർഷിക സംവിധാനത്തിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഗുണകരമാകുന്നുണ്ടോ? ഏത് മേഖലയിലുണ്ട്? ഏത് കാർഷിക ഉൽപ്പന്നത്തിലുണ്ട്? ഒന്നിലുമില്ല. നാളികേരത്തിലുണ്ടോ? ഇല്ല. കുരുമുളകിലുണ്ടോ? ഇല്ല. കാപ്പിയിലുണ്ടോ? ഇല്ല. തേയിലയിലുണ്ടോ? ഇല്ല. ഒന്നിലുമില്ല. ഓരോ ഉൽപ്പന്നങ്ങളും ഉൽപാദന ചെലവ് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. ഞാൻ ചോദിക്കട്ടെ എന്തായാലും KVS ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം വിശദീകരിക്കും. എങ്കിലും ഞാൻ എൻ്റെ സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ കർഷകർക്ക് അവരുടെ വിളകൾക്ക് കൂടുതൽ മികച്ച വില കിട്ടാൻ അവർക്ക് ഈ പരമ്പരാഗതമായ സംവിധാനം, ചന്തകൾ, ഇതൊക്കെ നിലനിൽക്കെ തന്നെ ആരാണോ വില നൽകുന്നത് അവരുമായി കച്ചവടം ഉറപ്പിക്കാൻ, ഡീൽ ഉറപ്പിക്കാൻ, ഒരു സ്വതന്ത്ര മാർക്കറ്റ് ഉറപ്പിക്കാൻ, കൂടുതൽ വില അവരുടെ പ്രൊഡക്ട്സിന് ലഭ്യമാക്കാൻ സഹായിക്കുന്ന വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട്. അതാണോ പ്രശ്നം? അതിനെയാണോ നിങ്ങൾ ഈ കോർപ്പറേറ്റ് ശക്തികൾക്ക് പണയപ്പെടുത്തുന്നു എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം പരിശോധിക്കുക. ഹരിയാന തക്കാളി ആയാലും ശരി, അല്ലെങ്കിൽ ഗോതമ്പായാലും ശരി, എല്ലാം പരിശോധിക്കുക. ഇവിടെ ചെറുകിട മേഖലയിൽ ഏകദേശം 6 കോടി ജനതയുണ്ട്. 6 കോടി കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിൽ നിയന്ത്രണമില്ലാത്ത വിദേശ നിക്ഷേപമാണ്. എങ്ങനെയാണ് ചെറുകിട കർഷകർ ഈ സമ്പത്തിലുള്ള ശക്തികളുടെ ഇവിടെ പോരാടാൻ പറ്റുക? ഇവർക്ക് ഇതിന് എത്രയാണ് വില, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിന് എത്രമാത്രം വില കൊടുക്കണം, എങ്ങനെ വില കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാ? ഈ പാവങ്ങൾക്കുണ്ടോ? ഇവർ ഉണ്ടാക്കുന്ന ഉൽപ്പാദനവുമായി ചെല്ലുമ്പോൾ, ഇവരുടെ ഗോഡൌണിലേക്ക് ചെല്ലുമ്പോൾ അത് ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നവരെ ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ? ഞാൻ ഒരു കാര്യം, ഈ പിന്നെ ഉള്ളിക്കൊക്കെ വില വരുന്നത് എന്താ? ഈ പൊതു വിപണിയിൽ നിന്ന് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഗോഡൌണിലേക്ക് ശേഖരിച്ചതിന് ശേഷം വിപണിയിൽ ഇത് ഷോർട്ടേജ് ഉണ്ടാക്കുമ്പോൾ സാധനം കിട്ടാതെ വരുമ്പോൾ ഇവരെന്തറിയും? ഈ കമ്പനികൾ പിന്നെ വില കൂട്ടി വിൽക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാർഷിക പല സാധനങ്ങൾക്ക് ക്രമാതീതമായി പല സമയങ്ങളും വില വർദ്ധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അതായിരുന്നില്ല. ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ഒരു സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഒരു കേന്ദ്ര ഗവൺമെൻറ് ആയാലും ചെയ്യേണ്ടത് കാർഷിക മേഖലയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും സംരക്ഷണം ഉണ്ടാകണം. അവൻ ഉണ്ടാക്കുന്ന വിളകൾക്ക് ന്യായമായ വില ഉണ്ടാകണം. അവൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയുള്ള വരുമാനം ഉണ്ടാകണം. അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടണം. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നയത്തിൽ ഏതാണ് കർഷകർ ആശ്വാസം? പിന്നെ നിങ്ങളൊരു കാര്യം അഡ്വാൻസായി ചോദിച്ചൊരു സംഭവമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രകോപനമാണോ, ഇതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന്? ഇതിനകത്ത് ഒരൊറ്റ ഉദ്ദേശമുള്ള സതുദ്ദേശമാണ്. എന്താണ്? ഈ ബില്ലിൽ നിന്നും ഗവൺമെൻറ് പുറകോട്ട് പോകണം. ഇന്നലെ തൊഴിലാളികളുടെ സമരമായിരുന്നു, അല്ലെങ്കിൽ പണിമുടക്ക് സമരമായിരുന്നു. ഇത് തന്നെയാണ് ഇന്ന് കർഷകർ വിഷയത്തിൽ
വളരെ വ്യക്തമായി നിലപാട് എന്തായാലും സതുദ്ദേശപരമാണോ ആ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം എന്ന് എനിക്ക് KVS-നോട് ചോദിക്കാമല്ലോ അല്ലേ? പാലോട് സന്തോഷ്, ഞാൻ സന്തോഷിലേക്ക് തിരിച്ചെത്താം. ഞാൻ KVS-ലേക്ക് പോവുകയാണ്. KVS, ഇത് കർഷകർക്ക് അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കാത്ത വ്യവസ്ഥകൾ ആണ് ഇതിൽ ഉള്ളത് എന്നാണ് പാലോട് സന്തോഷ് പറയുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന വ്യവസ്ഥകൾ ആണ് ഈ ബില്ലിൽ ഉള്ളത്. സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സതുദ്ദേശപരമാണ്. ബിൽ പിൻവലിക്കുക എന്നല്ലാതെ മറിച്ചൊരു അജണ്ട ഈ സമരത്തിന് പിറകിൽ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. താങ്കൾ സംസാരിക്കാം. സുബീഷേ, ഞാൻ പാലോട് സന്തോഷ് അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് തുടങ്ങാം. അദ്ദേഹം ഇന്നലത്തെ പണിമുടക്കിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. എല്ലാ വർഷവും ഒരു ആണ്ടിജാത്തം പോലെ മാർക്സിസ്റ്റുകാർ ഇത്തരത്തിലുള്ള ഒരു പണിമുടക്ക് നടത്താറുണ്ട്. അത് തന്നെയാണ് ഇന്നലെയും നടന്നത്. അതിന് എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത്, മഹാരാജ്യത്ത്? കേരളത്തിൽ പോലും, സന്തോഷ് കേരളത്തിൽ ജീവിച്ചിരുന്ന ആളല്ലേ ഇന്നലെ, കേരളത്തിൽ പോലും എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കിയത്? അതാണ് ഇവരുടെ നിലപാടുകൾക്ക് ജനങ്ങൾ കൽപ്പിക്കുന്ന വില. ഈ കാർഷിക ബില്ല് പാസാക്കിയത് 3 മാസം മുമ്പാണ്. പാർലമെന്റ് സമഗ്രമായിട്ട് ചർച്ച ചെയ്തു. അതിനുശേഷം കോൺഗ്രസ്സുകാരും പഞ്ചാബിലെ അകാലിദളുകാരും അതുപോലെ തന്നെ അങ്ങനെ പലരും സമരം ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലും പേരിന് കുറേ സമരങ്ങളും നടന്നു. അത് കഴിഞ്ഞ് അവസാനിപ്പിച്ചു. ആ സമരങ്ങൾ നടത്തിയ സമയത്ത് ഇതേപോലെ ചാനൽ ചർച്ചയിൽ സന്തോഷിന്റെ സഹയാത്രികരും വന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞത് എന്താ? ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചു തരാം, മധ്യപ്രദേശിൽ 28 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. എന്താ ഉണ്ടായേ അവസാനം? ഈ 2ഇടത്തും ദയനീയമായിട്ട് തോറ്റില്ലേ? 2 ദിവസം ട്രാക്ടറിൽ കയറി നടന്ന രാഹുൽ ഗാന്ധി അത് ഉപേക്ഷിച്ച് പോയതിനു ശേഷം പിന്നെ ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ? ഇവരുടെ സമരങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള കാപട്യം നിറഞ്ഞതാണ്. ഞാൻ സന്തോഷത്തോട് ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ വാലായിട്ട് നടന്നവരല്ലേ ദേശീയ തലത്തില്? ആ സമയത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ APMC ആക്ട് റദ്ദാക്കുമെന്ന് പറഞ്ഞില്ലേ? ആ മാർക്കറ്റുകൾ പൊളിച്ച് വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നില്ലേ? 2014-ലും 2019-ലും കോൺഗ്രസിന്റെ പ്രകടന പത്രിക നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഈ നാടിന് ചേർന്നതല്ല, കാലത്തിന് ചേർന്നതല്ല, അതെടുത്ത് കളയുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ലേ? അതല്ലേ നരേന്ദ്രമോദി ഇപ്പൊ നടപ്പിലാക്കിയത്? എന്താ APMC ആക്ടിന്റെ പ്രത്യേകത? ആ നാട്ടിലെ ഒരു കർഷകന് അവന്റെ ഉൽപ്പന്നം വിൽക്കണമെങ്കിൽ ആ APMC എന്ന് പറയുന്ന പരിധിക്കുള്ളിൽ വരുന്ന വിപണിയിലേ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു കുത്തക ഏജന്റ് ഉണ്ട്, അയാൾക്കേ വിൽക്കാൻ കഴിയുള്ളൂ. അയാൾ നിശ്ചയിക്കുന്ന വിലയെ കർഷകന് കിട്ടൂ. നരേന്ദ്രമോദി തിരുത്തി എഴുതിയത് ആ ഒരു കർഷക ദ്രോഹമാണ്. ഇന്ന് കർഷകന് ഈരാറ്റുപേട്ടയിലെ ഒരു കർഷകനുണ്ടെങ്കിൽ അവന് എവിടെയും കൊണ്ട് സ്ഥലം അവന്റെ സാമഗ്രി വിൽക്കാം. മഹാരാഷ്ട്രയിലെ ഒരു കർഷകന് മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഗുജറാത്തിൽ അതിനേക്കാൾ വില കിട്ടുമെങ്കിൽ അവിടെയും കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ കർഷകന് സ്വാതന്ത്ര്യം കൊടുത്ത നിയമനിർമ്മാണമാണ് നമ്മൾ കണ്ടത്. അതിൽ ദോഷമുണ്ടായിട്ടുണ്ട്. ആർക്കാ? ഈ APMC മാർക്കറ്റുകളെ നിയന്ത്രിച്ചിരുന്ന ചില ദല്ലാളന്മാർക്ക്. അത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സുകാരും NCPക്കാരുമാണ്. പഞ്ചാബിലേക്ക് ചെന്നാൽ അകാലിദളുകാരും കോൺഗ്രസ്സുകാരുമാണ്. UPയിലേക്ക് എത്തിയ സമാജ്വാദി പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരുമാണ്. ദശാബ്ദങ്ങളായിട്ട് ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ കമ്പോളങ്ങൾ മുഴുവൻ. അവിടുത്തെ കുത്തക മുതലാളിക്ക് ഏജന്റ് മുഴുവൻ ഇവരുടെ ദല്ലാളന്മാരായിരുന്നു. 100 കണക്കിന് കോടിയുടെ ഇടപാടാണ് ഇതിലൂടെ അവർക്ക് നഷ്ടമായത് ഈ നരേന്ദ്രമോദിയുടെ നിയമം വന്നപ്പോ. ഇന്നിപ്പോ കർഷകന് അവന് ഇഷ്ടമുള്ള വിലയില്ലെങ്കിൽ അടുത്ത കമ്പോളത്തിൽ കൊണ്ട് വിൽക്കാം.
അതാണ്. അപ്പോ യഥാർത്ഥത്തില് ഇപ്പൊ സമരം ചെയ്യുന്നത് കർഷകരല്ല, യഥാർത്ഥ കർഷകരല്ല, കർഷകന്റെ ദല്ലാളന്മാരാണ്, രാഷ്ട്രീയ ദല്ലാളന്മാരാണ്. അതുകൊണ്ടാണ് അകാലിദൾക്കാരൻ BJP-യെ ആക്ഷേപിച്ചുകൊണ്ട് പുറത്തിറങ്ങി പോയത്. കാരണം പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് അകാലിദളിനാണ്. അപ്പൊ ഈ ചരിത്രം നമ്മൾ കാണാതെ പോകരുത്. അല്ല സന്തോഷേ, ഈ പ്രാദേശിക കാർഷിക മേഖല കൈയടക്കി വാഴുന്ന ഈ പ്രാദേശിക ദല്ലാൾമാരുണ്ടല്ലോ. അല്ല KVS, അല്ല ഒരു മിനിറ്റ്, KVS പറഞ്ഞേ ഞാൻ ചോദിക്കുക, ഇന്ത്യയിലെ ഏക ഭക്ഷ്യമേഖല, ഇന്ത്യയിലെ ഏക, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, കേരളത്തിൽ ഇന്ത്യയിലെ ഏക ഭക്ഷ്യമേഖല കൊണ്ടുവന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഒരു ജനാധിപത്യ സർക്കാരാണ്, മൊറാർജി ദേശായിയുടെ സർക്കാരാണ്. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങൾക്കും തുല്യ അവകാശം ഭക്ഷ്യമേഖല എന്ന് പറയുന്നത് അത് ഞങ്ങൾക്കൊണ്ട് ജനതാ പാർട്ടി ഗവൺമെന്റ് അധികാരത്തിരിക്കുമ്പോഴാണ്. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല സാർ. അല്ല സന്തോഷം, ഞാൻ ചോദിക്കട്ടെ ഈ ബില്ലിലെ വ്യവസ്ഥയിലേക്ക് വരൂ, ഈ ചർച്ചയുടെ കാതലായ വശത്തിലേക്ക് വരൂ. ഈ പ്രാദേശിക കുത്തക കൈയാളുന്ന ഈ ദല്ലാൾമാർക്ക് നിങ്ങൾ സമരം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലല്ല, കർഷകർക്കല്ല ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. കർഷകർക്ക് ബില്ലിലെ വ്യവസ്ഥകൾ നടപ്പായാലാണ് കർഷകർക്ക് ഗുണം. എന്റെ സാറേ, ഞാൻ ഇതേ പറയുന്നുള്ളൂ, കർഷകർക്കല്ല ഗുണം വരുന്നതെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഈ സമരം കൊണ്ട് ഞാൻ പറയുന്നത്, ഈ സമരം കൊണ്ട് കർഷകർക്ക് എന്താണ് ഗുണം ഉണ്ട്. നമുക്കറിയാമല്ലോ, ഈ പ്രാദേശിക കുത്തകകൾ ആണ് ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു മിനിറ്റ്, നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന നയങ്ങൾ, ആ നയങ്ങളാണ് കാർഷിക മേഖല ഏറ്റവും അധികം സാരമായി ബാധിക്കുന്നത്. അത് പല ബില്ലുകളായാലും ശരി, പല നയങ്ങളായാലും ശരി, അതേ നയങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത്. പിന്നെ കോൺഗ്രസിനെ നാണം വേണം സന്തോഷേ, നാണം വേണം ഈ കോൺഗ്രസുകാർക്ക് വേണ്ടിയിട്ട്. ഇവിടെ കോൺഗ്രസുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ KVS സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സന്തോഷ് എന്തോ ഒരു പോയിന്റുമായി മുന്നോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ സന്തോഷിന് അവസരം നൽകിയത്. KVS കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അല്ല സുബീഷേ, ഇവര് പഞ്ചാബില് കോൺഗ്രസുകാരും എല്ലാവരും കൂടി ചേർന്ന് തീവണ്ടി തടഞ്ഞു. 2-3 ആഴ്ച പഞ്ചാബിലേക്ക് ഗുഡ്സ് ട്രെയിനും ഇല്ല, യാത്രാ വണ്ടിയും ഇല്ല. അതോടെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങി. വലിയ പ്രതിസന്ധിയായി. ഇത് ആരുണ്ടാക്കിയതാ? എന്നിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് സമരം തുടങ്ങി, തീവണ്ടി ഓടിക്കണില്ല. അന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞു, പീയൂഷ് ഗോയൽ നിങ്ങൾ സമരം നിർത്തൂ, വരുന്ന തീവണ്ടിക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകും, ഞങ്ങൾ വണ്ടി അയക്കാം. അതിനുശേഷമാണ് ഉൽപ്പന്നം പഞ്ചാബിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയത്. ഇവര് രാജ്യത്ത് അസ്വാസ്ഥ്യമുണ്ടാക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ്. ഇതിന്റെ പിന്നിൽ, പഞ്ചാബിലെ ഈ സമരത്തിന്റെ പിന്നിൽ പഴയ ഖാലിസ്ഥാൻവാദികളാണ്. അകാലിദളിന്റെ കൂടെ അവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസുകാരുടെ കൂടെ അവരുണ്ട്, ആം ആദ്മിക്കാരുടെ കൂടെ അവരുണ്ട്. അവരാണ് ഇന്ന് തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കുന്നത്. അത് കാണാതിരുന്നിട്ട് കാര്യമില്ല. അതിന്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞത്, ഞാൻ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാണ്, പക്ഷേ ഞാനൊരു കർഷകൻ്റെ മകനാണ്, ഞാൻ ഒരു കർഷകൻ കൂടിയാണ്, അതുകൊണ്ട് ഏത് തരത്തിലുള്ള ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ്, സർക്കാർ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ സമരം നിർത്തൂ എന്ന്. പക്ഷേ അതുപോലും വകവയ്ക്കാതെയാണ് സമരം തുടർന്നത്. ഈ സമരം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. ഡൽഹിയിലെ സമരം ആർക്കു വേണ്ടി? പ്രതിഷേധം, കലാപത്തിനുള്ള ആസൂത്രിതമായ നീക്കമോ? ജനം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീമതി രാധിക വിജയലക്ഷ്മി, നേരത്തെ ഇവിടെ ശ്രീ KVS ഹരിദാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്ത് കർഷകന് തൻ്റെ വിള, അതിൻ്റെ വിൽപ്പനയ്ക്കും ലഭ്യമാകുന്ന വിലയ്ക്കും ചില നിയന്ത്രണങ്ങളും പരിമിതികളുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാർക്കറ്റ് സംവിധാനം നേരത്തെ നിലവിലുണ്ട്. അവിടെ ഒരു പ്രാദേശിക കുത്തക, ദല്ലാൾമാർ ഒക്കെ ഉണ്ടാകും. അവർ നിശ്ചയിക്കുന്ന വിലയാണ് പലപ്പോഴും കർഷകന് കിട്ടുക. ഇതാണ് നരേന്ദ്രമോദി സർക്കാർ പൊളിച്ചെഴുതിയത്. ഇനി കുന്നംകുളത്തെ അടയ്ക്ക കർഷകന്
വയനാട്ടിലെ ഇഞ്ചി കർഷകന്, കൂത്താട്ടുകുളത്തെ പൈനാപ്പിൾ കർഷകന് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോയും അവൻ്റെ വിള വിൽക്കാനാകും. അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തും ഒരു സ്വതന്ത്ര മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാവുകയാണ്. കർഷകർക്ക് വേണ്ടിയാണ് ഈ സമരം നയിക്കുന്നത് എങ്കിൽ എന്തിനാണ് ഇതടക്കമുള്ള ഈ ബില്ലിലെ വ്യവസ്ഥകളെ ഇവർ എതിർക്കുന്നത്? നിഷ്പക്ഷമായി എങ്ങനെ നമുക്ക് ഈ സമരത്തെ വിലയിരുത്താം? ഇന്ത്യയെ പറ്റി ധാരാളം ധാരണകൾ, ചില മിഥ്യാധാരണകൾ, ചിലവ യാഥാർത്ഥ്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവ ഇന്ത്യക്കകത്തും പുറത്തും നിലവിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയെ പറ്റി പൊതുവെ പറയുന്നത് കൺട്രി ഓഫ് റെന്റ് സീക്കേഴ്സ് എന്നാണ്. അതായത് യാതൊരു വാല്യൂ അഡീഷനും കൊടുക്കാതെ കാലാകാലങ്ങളായി അമാസ് ചെയ്ത പവറും വെൽത്തും അധികാര കേന്ദ്രങ്ങളോടുള്ള ആക്സസും ഉപയോഗിച്ച് ഇടയിൽ നിന്നുകൊണ്ട് വെറുതെ തടിച്ചു കൊഴുക്കുന്ന ഒരു വർഗം. ഇവർ നമ്മുടെ ഇക്കണോമിയിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഇറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക് ഓൾ ടുഗെദർ. അത് ഡിസ്കസ് ചെയ്യാൻ പോയാൽ എനിക്ക് തോന്നുന്നു നമുക്ക് 1 മണിക്കൂർ അതിന് സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ ഇടനിലക്കാരെ ഒഴിവാക്കാനായി മോദി സർക്കാർ കൊണ്ടുവന്ന ഈ കാർഷിക ബില്ല് ശ്ലാഘനീയം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമ്മുടെ സിസ്റ്റത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സംതിങ് വാസ് റോങ് ഓർ മേ ബി എവറിഥിങ് വാസ് റോങ്. ബിക്കോസ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എന്നും ഒരു തുടർക്കഥയാണ് കർഷകരുടെ പ്രശ്നങ്ങളും കാർഷിക ആത്മഹത്യകളും. അപ്പോൾ ഈ പ്രശ്നങ്ങളെ എല്ലാം അഡ്രസ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ കൊണ്ടുവന്ന ഇത്രയും വലിയ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു പ്രിപ്പയർഡ്നെസ് ആവശ്യമായിരുന്നു. പ്രോബബ്ലി ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ഈ സമരം ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് ചിന്തിച്ചാൽ ഒരു 3 കാറ്റഗറി നമുക്കതിൽ കാണാം. ഒന്ന്, ഒരു സിസ്റ്റം ചേഞ്ച്. അത് എത്ര നല്ലത് തന്നെ ആയിക്കോട്ടെ, ആ സിസ്റ്റം പുതിയ സിസ്റ്റം സ്റ്റെബിലൈസ് ആകുന്നതിന് ഇടയ്ക്കുള്ള ഒരു സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ചു പേരുണ്ടാവും. അപ്പൊ ജെനുവിൻലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ചു പേരായിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും അവർക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ല, പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാകും. ഇത് എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത ഒരു വർഗം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നുണ്ടാകും. പിന്നെ കുറെ പേര് വരുന്നത് അവര് കർഷകർ തന്നെയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഞാനിപ്പോ ന്യൂസ് കാണുമ്പോൾ ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് കണ്ടു. അപ്പോ ഈ കർഷകരെ അല്ലാതെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോ ഇതിനൊന്നും ഇട നൽകാതെ കുറച്ചുകൂടെ ഒരു തോട്ട്ഫുള്ളി പ്ലാൻ ചെയ്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി ഇന്ത്യ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സിൽ ഒരാളാണ്. ഒരു ലീഡർ തന്റെ 90% സമയം സംവാദത്തിന് ചെലവഴിക്കണമെന്നാണ് പൊതുവെ പറയുന്നത്. അത് അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരാളാണ് മോദി. അദ്ദേഹത്തിന്റെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ പല സമയങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ലോക്ക്ഡൌൺ കാലത്തും നോട്ട് നിരോധന കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഏറെക്കുറെ കൺവിൻസ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഇത്രയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ അദ്ദേഹം അതൊക്കെ ശരി തന്നെയാണ്. ശ്രീമതി രാധിക വിജയലക്ഷ്മി, അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ഒരു മുന്നൊരുക്കം ആവാമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഈ ബില്ലിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥയോട് കർഷകന് എതിർപ്പ് തോന്നേണ്ടതുണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ KVS ചൂണ്ടിക്കാട്ടിയ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനം കർഷകന് ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അതിനെ എതിർക്കേണ്ടതുണ്ടോ? അതിനെ തീർച്ചയായും എതിർക്കേണ്ടതില്ല. ഞാൻ ഈ ബില്ലിലെ വ്യവസ്ഥകളെ 100% അനുകൂലിക്കുന്നു. ഞാൻ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഇത്രയ്ക്കും ട്രാൻസ്ഫോർമേറ്റീവായ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങളെ എല്ലാം ദൂരീകരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ കൊണ്ടുവരുന്ന ഒരു ബില്ല് അത് കൊണ്ടുവരുമ്പോ അത് ഒരു സ്മൂത്തായ ഒരു ഇംപ്ലിമെന്റേഷനുള്ള അതെങ്ങനെ ചെയ്യും എന്നൊരു കമ്മ്യൂണിക്കേഷൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. സാധാരണ മോദി ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്. പാരന്റ്സ് അവരുടെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറെ നേരം അവിടെ ഇരുന്ന് കരയട്ടെ, അത് കഴിയുമ്പോൾ തന്നെ നിർത്തി കാര്യം മനസ്സിലാക്കി പൊക്കോളും. ആ ഒരു രീതിയാണ് സാധാരണഗതിയിൽ മോദി ഗവൺമെന്റ് എടുക്കുന്നത്. അതിന്റെ ആവശ്യം തന്നെ ഉള്ളൂ താനും സാധാരണഗതിയിൽ. പക്ഷേ കർഷകരുടെ കേസ് വരുമ്പോൾ അത് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ അന്നദാതാക്കളാണ്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. അവര് അഥവാ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിരിക്കാം, തീർത്തും ഇറാഷണൽ ആയിരിക്കാം, എന്ത് കാര്യം കൊണ്ടും ആകട്ടെ അവരെ ഇങ്ങനെ ഒരു സമരത്തിലേക്ക്
തള്ളിവിടാതിരിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും അപ്രോച്ച് എടുക്കണമായിരുന്നു. യെസ്, അതായത് ഇതിനിടയിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുന്നു അല്ലേ? ഇപ്പോൾ എല്ലാ കർഷകരും ഇപ്പോൾ ഈ കാർഷിക ബില്ലിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാകണം എന്നില്ല ഈ സമരരംഗത്തേക്ക് വരുന്നത്. അത് സ്വാഭാവികമാണ്. തീർച്ചയായും. കാരണം സുസ്ഥിരമായ ഒരു ഭരണം ഭാരതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ അങ്ങേയറ്റം പ്രോഗ്രസ് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഭാഗ്യവശാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കണ്ടുവരുന്നത്. ആ നല്ല പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ പലവിധ സംഭവങ്ങളും പലരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അത് സോഫാർ ലക്കിലി അതൊന്നും വർക്കൗട്ട് ആയില്ല. അത് ഭാഗ്യം. അതിന്റെ ഭാഗമായിട്ടാകാം ഇങ്ങനെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്, അതിനൊരു ഏകീകൃതമായ രൂപം അത് കൈവരിക്കപ്പെടുന്നത് എന്നാണ് ശ്രീമതി രാധിക വിജയലക്ഷ്മി, ഇവിടെ സാമൂഹ്യ നിരീക്ഷക, ഒരു സ്വതന്ത്ര നിഷ്പക്ഷ വാദമായി ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ കെ വി എസ് ഹരിദാസ്, ആ രീതിയിൽ ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വിളകൾക്ക് ഇപ്പോൾ നമുക്കറിയാം രാജ്യത്ത് ഒരു 86% ചെറുകിട കർഷകർ ആണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. തങ്ങളുടെ വിളകൾക്ക് വില പേശി കൃത്യമായ വില ഉറപ്പിക്കാൻ കഴിയാത്തവരാണ് ഈ ചെറുകിട കർഷകരെല്ലാവരും തന്നെ. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നതാണ് ഈ പുതിയ സംവിധാനം, പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ. ഒപ്പം തന്നെ അവർക്ക് കൂടുതൽ വിപുലമായ ഒരു മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ ധാരണ അവരിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടോ? അല്ല, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്റ്റെപ്പും സുബേഷ് ഒന്ന് ആലോചിച്ചു നോക്കൂ. നോട്ട് റദ്ദാക്കിയത് മുതൽ കാർഷിക നിയമ ഭേദഗതി വരെ GST ഉൾപ്പെടെ എന്തെല്ലാം പരിഷ്കാരം കൊണ്ടുവന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, സാധാരണ പ്രധാനമന്ത്രിമാർ പറയാറുണ്ട് പരിഷ്കാരത്തിനെ കുറിച്ച് അധികം ചിന്തിക്കേണ്ട, അത് തിരിച്ചടിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. രാഷ്ട്രീയമായ പ്രത്യാഘാതം. ഒരു നേതാവിന്, ഭരണകർത്താവിന് നിലനിൽക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നല്ലത് എന്ന് പലപ്പോഴും പലരും കരുതിയിട്ടുണ്ട്. മറിച്ച് ചിന്തിച്ച ഒരു ഭരണകർത്താവ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നരസിംഹറാവുവാണ്. പിന്നീട് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കുറേ ചേഞ്ചസ് വന്നത്. മൻമോഹൻ സിംഗിൻ്റെ 10 വർഷക്കാലം സ്റ്റാറ്റസ് കോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഷാർപ്പ് ഇഷ്യൂസ് വന്നാൽ അതിലൊരു തീരുമാനം. ഉദാഹരണം പറഞ്ഞാൽ, മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തിരിച്ചടിക്കണമെന്ന് നമ്മുടെ സൈനിക മേധാവിമാർ ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം വേണ്ടായെന്നല്ല പറഞ്ഞത്. അദ്ദേഹം ആ തിരിച്ചടിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഓർത്ത് ഞെട്ടിയിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നരേന്ദ്രമോദി അങ്ങനെയല്ല. ഒരു പ്രശ്നം മുമ്പിൽ വന്നാൽ അതിനെ സമഗ്രമായിട്ട് വിലയിരുത്തും, അതിന്മേൽ എന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനമെടുക്കും. അത് കൂട്ടായ ചർച്ചയിലൂടെയാണ്. പാർട്ടിയിൽ ചർച്ച ചെയ്യും, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യും, ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്താൽ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീമതി രാധിക സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. കുറച്ചുകൂടി ഇതിനെക്കുറിച്ചൊരു ക്യാമ്പയിൻ ആകാമായിരുന്നു എന്നതാണ് അവർ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2014-ലും 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വച്ച വിഷയമാണ്. കോൺഗ്രസിന് ഇതിനെ എതിർക്കാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദി ധരിച്ചു. പക്ഷെ കോൺഗ്രസ്സുകാർ എന്നും ഇത്തരം വഞ്ചനകളാണ് കാണിച്ചിട്ടുള്ളത്. തങ്ങൾ മുന്നോട്ട് വച്ച ആശയം നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ വേറെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ പറഞ്ഞ് അതിനെ എതിർക്കുക. ആ കുതന്ത്രം എന്താ? ഇതിന് ഈ നിയമ ഭേദഗതിയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ഗ്യാരണ്ടി ചെയ്യുന്ന വശമില്ല. കാർഷിക നിയമ ഭേദഗതിയിൽ MSP ഗ്യാരണ്ടി ചെയ്യണ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏത് നിയമത്തിലാണ് അതുണ്ടായിട്ടുള്ള? ഇതിനു മുമ്പ് ഇവരാരെങ്കിലും പറയട്ടെ, സന്തോഷം പറയട്ടെ. ഇതിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ കാർഷിക നിയമ ഭേദഗതികൾ വരുമ്പോൾ ആ നിയമത്തിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് അഷ്വർ ചെയ്യുന്നു എന്ന് എഴുതി ചേർത്തിട്ടുണ്ടോ? ഇനി മിനിമം സപ്പോർട്ട് പ്രൈസ് കുറയ്ക്കുകയാണോ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്? ഞാൻ 2-3 ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നെല്ലിന് 1000 ഉറുപ്പികയായിരുന്നു 2009-ലെ MSP.
2014 1310 രൂപയായി. ഇന്നത് 1868 രൂപയാണ്. 14 നിന്ന് 20-ലെത്തുമ്പോൾ 500-ലേറെ രൂപ. അതായത് 2014 ഉണ്ടായിരുന്നതിൻ്റെ ഒരു 1/3 കൂട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദി 5 വർഷം കൊണ്ട്. ഇത്രയും കാലം കൊണ്ടാണ് 1310 രൂപയിൽ കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്ത് എത്തിച്ചത്. അതുപോലെ തന്നെ കൊപ്ര കേരളത്തിന്റെ വിപണിയിൽ നമ്മൾ അനുഭവിക്കുന്നതല്ലേ. 4450 രൂപയായിരുന്നു 2009. 5250 രൂപയായിരുന്നു 2014. ഇന്നത് 9960 രൂപ. ഏതാണ്ട് 2009 അപേക്ഷിച്ച് ഇരട്ടിയായിരിക്കുന്നു. കോട്ടൺ മഹാരാഷ്ട്രയിലൊക്കെ അതൊരു വലിയ ഇഷ്യൂ ആണ്. 2500 രൂപയായിരുന്നു 2009. 3700 ആയിരുന്നു 2014. 5825 രൂപയാണ് ഇന്നത്തെ മിനിമം സപ്പോർട്ട് പ്രൈസ്. വീറ്റ് ഗോതമ്പ് 1100 രൂപയായിരുന്നു 2009. 1400 2014. ഇന്നത് 1925. ഈ 1925 രൂപയും അതിന് പുറമെ ബാക്കി ഇൻസെൻറ്റീവ്സും കൊടുത്തിട്ടാണ് പഞ്ചാബിൽ നിന്ന് ഇത്തവണ കേന്ദ്ര സർക്കാർ, പഞ്ചാബിൽ നിന്ന് യുപിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെ കേന്ദ്ര സർക്കാർ ഈ റാബി വിളയ്ക്ക് ശേഷം ഗോതമ്പ് ശേഖരിച്ചത്, നെല്ല് ശേഖരിച്ചത്. അതിൻ്റെ ഗുണം കിട്ടിയത് യഥാർത്ഥ കർഷകനാണ്. അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തി. കൃഷിഭൂമിയിൽ ചെന്നിട്ട് ഉദ്യോഗസ്ഥന്മാര് നെല്ല് അളന്ന് വാങ്ങുകയായിരുന്നു. ഇതിനു മുമ്പ് ഇതുവരെ നടന്നിട്ടില്ല. അത് പണം കൃത്യമായിട്ട് അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നു. മുൻകാലങ്ങളിലെ ഇത് കെട്ടിച്ചുമന്ന് കർഷക ഈ പറയുന്ന APMC മാർക്കറ്റിൽ കൊണ്ടുപോയി ദല്ലാളന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നേ. ആ സ്ഥിതി മാറി. അപ്പോഴാണ് ഇവർക്ക് രണ്ടാമത് കൈ പൊള്ളിയത്. ആ കൈ പൊള്ളിയതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പൊ ഖാലിസ്ഥാനികളെയും കൂടി കൂട്ടി വന്നിട്ട് സമരം ചെയ്യുന്നത് ഇന്ത്യക്കെതിരായിട്ട്, നരേന്ദ്രമോദിക്കെതിരായിട്ട്. അത് വിജയിക്കാൻ പോകുന്നില്ല. കർഷകരുടെ കാര്യത്തിൽ ഇതുപോലെ അനുകൂല നിലപാടെടുത്ത ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ വർഷവും 6000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നില്ലേ കർഷകന്റെ? ഇതുപോലെ തന്നെ കാർഷിക ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ് ഇതുപോലെ നടപ്പാക്കിയ ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോ ഇതൊന്നും പറഞ്ഞ് ആക്ഷേപിക്കേണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സുബീഷേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെല്ലാവരും കൂടി പോയി ഹത്രാസിൽ പോയിട്ട് ഒരു ദളിത് ഇഷ്യൂ ഉണ്ടാക്കി. കാരണം ബീഹാറിൽ അത് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചു. കാർഷിക സമരം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ യാത്രയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. എന്തുണ്ടായിരുന്നു ഫലം? അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവർക്ക് വേറെ ഒന്നും അവരുടെ മുമ്പിലില്ല. അപ്പോൾ ഖാലിസ്ഥാനികളെയും കൂട്ടി മോഡിക്കെതിരായിട്ട് സമരം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് രാഷ്ട്രീയമായ കനത്ത തിരിച്ചടി ഇനിയും ഉണ്ടാകും. കഴിഞ്ഞ തവണ ബീഹാറിൽ കിട്ടിയതല്ല, മധ്യപ്രദേശിൽ കിട്ടിയതല്ല, ഗുജറാത്തിൽ കിട്ടിയതല്ല, ഇന്ത്യ ഒട്ടുക്കും കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ലഡാക്ക് മുതൽ ഇവിടെ ഹൈദരാബാദ് വരെ തെലങ്കാനയിൽ, ഇപ്പുറത്ത് ഗുജറാത്ത് മുതൽ മണിപ്പൂരും നാഗാലാൻഡും വരെ അവിടെ മുഴുവൻ BJP ജയിച്ചില്ലേ? കോൺഗ്രസ്സുകാർക്ക് എന്താ കിട്ടിയത്? ദയനീയം. കോൺഗ്രസിന് 7% വോട്ടാണ്, 9% വോട്ടാണ് ബീഹാറിൽ കിട്ടിയത്. 70 സീറ്റിൽ മത്സരിച്ചിട്ട് 19 എണ്ണത്തിലാണ് ജയിച്ചത്. ഈ വലിയ കോലാഹലം ഉണ്ടാക്കിയ UPയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 7 എണ്ണത്തിൽ 4 കെട്ടിവച്ചാണ് പോയി പ്രിയങ്ക ഗാന്ധി നേരിട്ട് പോയി ക്യാമ്പയിൻ നടത്തിയിട്ട്. 4 അക്കത്തിൽ കൂടുതൽ വോട്ട് അവർക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഇതല്ലേ കോൺഗ്രസിന്റെ അവസ്ഥ? എന്നിട്ട് ഇപ്പൊ കർഷകരുടെ പേരും പറഞ്ഞ് തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് ആത്മാർത്ഥമായ ഒരു പ്രതിഷേധമായിരുന്നുവെങ്കിൽ അത് ജനവിധിയിൽ പ്രകടിപ്പിക്കപ്പെടുമായിരുന്നു. അത് സംഭവിച്ചില്ല. പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു സമരം എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ഉയരുന്നത്. ചർച്ചയിലേക്ക് തിരിച്ചെത്താം. എന്തായാലും പാലോട് സന്തോഷിന് ഇക്കാര്യത്തിൽ മറുപടി പറയാനുണ്ടാകും, മറുപടി നൽകാനുണ്ടാകും. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.